ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് പുതിയ ഫോണിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ്. അപ്ഡേഷനല്ല, ഒരു പുതിയ ഫോണുമായിട്ടാണ്. ഈ ഫോൺ ഒരു അഫോർഡബിൾ പ്രൈസ് അല്ല, ഒരു വെരി 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 അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു ബാറ്ററിയും, 7000 mAh ബാറ്ററിയും, ഒരു സ്നാപ്ഡ്രാഗൺ 6th Gen 3 or 4 ആണ് കേട്ടോ പ്രൊസസ്സർ. അതിൻ്റെ പ്രൊസസ്സറും 50 MP ക്യാമറയും സ്റ്റോറേജും എല്ലാം കിട്ടുന്ന ഒരു അത്യുഗ്രൻ ഫോൺ ആണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആ ഫോൺ ഒരു എക്സലൻറ്റ് ഫോണാണ്. നിങ്ങൾക്ക് ആ ഫോൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ആ ഡിസൈനും മറ്റു കാര്യങ്ങളെല്ലാം ഒരു പെർഫെക്റ്റ് ഫോൺ. ഒരു ഫോൺ എങ്ങനെ വേണം എന്നാണ് അത് കണ്ടുപിടിക്കണം മറ്റു കമ്പനികൾ. അതിൻ്റെ വിലയൊക്കെ വളരെ കുറവാണ്. എത്ര? 15,000 താഴെയാണ്. നമുക്ക് ഫോണിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഫ്ലിപ്കാർട്ട് എടുക്കുക. നെറ്റ് സ്ലോ ആണല്ലോ. അതിനുശേഷം ഫ്ലിപ്കാർട്ടിലെ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് പോക്കോ M7 Plus എന്നടിക്കുക. ഇതാണ്ട് കിടക്കുന്ന ഫോൺ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സിൽവർ കളറിലാണ്. ഇതിൽ സ്റ്റോറേജൊക്കെ കണ്ട 128 GB + 8 GB, പിന്നെ 6.9 GB ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. 18 വാട്ട്സിൻ്റെ വെർച്വൽ ചാർജ് ഓടുന്നത്. 7000 mAh ബാറ്ററിയാണ്. സ്ലിം ആണ്. ഓക്കെ, വലിയ തിക്നെസ് ഇല്ല. ബിൽഡ് ക്വാളിറ്റിയൊക്കെ കൊള്ളാം. 18 വാട്ട് റിവേഴ്സിങ് ചാർജിങ് ഉണ്ട്. പിന്നെന്താ, ഇത് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. എന്നാൽ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഒരു 50-40 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 33 എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഗായിരിക്കും. ഓക്കെ, 33 ഈ പ്രൈസ് റേഞ്ചിൽ കൊള്ളാം. പിന്നെ 6.9 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 44 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ 3 കളറിലാണ് ഇത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള. ടോപ്പ് റീസൺ ടു ബൈ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്, സ്നാപ്ഡ്രാഗൺ 6th Gen 3 പ്രൊസസ്സർ, 2 generation ആൻഡ്രോയിഡ് അപ്ഡേഷൻ, 4-year സെക്യൂരിറ്റി അപ്ഡേഷൻ, പിന്നെ 50 MP AI ക്യാമറ. ബെറ്റർ ലുക്കിലൊക്കെ ഇത് വേറെ ലെവലടി. പിന്നെ നൈറ്റ് ഫോട്ടോസ് അത്ര പ്ലച്ചിനിരിക്കില്ല, കാരണം അതിൻ്റെ സ്കൈയൊക്കെ കണ്ടു കാണാൻ പറ്റും. എങ്കിലും നല്ല കുഴപ്പമില്ല. ഡേ ഫോട്ടോസ് കിട്ടിയില്ല മോനെ. സീന് ഒരു രക്ഷയില്ല ഡേ ഫോട്ടോസ്. പിന്നെ IP64 ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഫുള്ളൊരു പവർ ഫോൺ. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 128 GB + 8 GB ആണ്. 13,000 രൂപയുടെ സ്റ്റോറേജ് എന്താ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയൊക്കെ അത്രയൊക്കെ തന്നെ. ഞാൻ നേരത്തെ കാണിച്ചെങ്കിൽ സ്കിമ്മായിട്ട് 7000 mAh ബാറ്ററി 13,000 ഫോൺസിനൊന്നും വയ്ക്കാറില്ല, കാരണം 20,000 മുകളിലുള്ള ഫോൺസിന് ഇത് വയ്ക്കാറുള്ളൂ. എങ്കിലും അങ്ങനെയാണടി ഇത്. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ കമ്പനി ഫ്ലിപ്കാർട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല വില കുറവിൽ നല്ല റിവ്യൂ ഒക്കെ നോക്കി വാങ്ങാം. അല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങണം. കടയിൽ പോയി വാങ്ങുമ്പം വിലയും കൂടുതലായിരിക്കും.
ഇതിൽ വിലയും കുറവാണ് കേട്ടോ. ഓക്കെ, വില നോക്കുകയാണെങ്കിൽ 13,078 രൂപ വരുന്നുള്ളൂ. കടയിൽ പോയാൽ 15,000 രൂപ ആവും. അതുകൊണ്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങണമായിരിക്കും നല്ലത്. പിന്നെ സെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് 4 മണിക്കൂറൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പോയി വാങ്ങണമായിരിക്കും നല്ലത്, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ. ഓക്കെ, ദിസ് ഇസ് എ ക്യൂട്ട് ആൻഡ് ലുക്ക് ഫോൺ. ഒരു രക്ഷയില്ല. ബ്ലൂ വേരിയൻ്റൊക്കെ വരുമ്പം വേറെ ലെവൽ. ബ്ലാക്ക് വേറെ ലെവലടെ. ഇതെന്താ പറഞ്ഞു, ഞാൻ തന്നെ എൻ്റെ പൂച്ചിൽ പോയത്. വേറെ ലെവലടി, ഒരു സാധനം രക്ഷയില്ല. ഓക്കെ, ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റ് ഫോൺ അപ്ഡേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.